ഹായ് ഡിയേഴ്സ്, കേളി പുഷ്പം നോവൽ തുടരുന്നു. റംഷാദ് വീണ്ടും വീണ്ടും രഹനയുടെ കയ്യിൽ നിന്ന് പണം കടം വാങ്ങിക്കൊണ്ടിരുന്നു. ഒന്നും തിരിച്ചു കൊടുക്കുന്നില്ല. എങ്കിലും അവൾ വീണ്ടും വീണ്ടും പണം കടം കൊടുത്തുകൊണ്ടിരുന്നു. അവൾക്ക് അത്രയ്ക്ക് ഇഷ്ടമായിരുന്നു അവനെ. പണം കടം വാങ്ങാൻ മാത്രം അവൻ അവളെ വിളിച്ചു. അങ്ങനെയിരിക്കെ കുറച്ചു ദിവസത്തിന് അവന്റെ വിളി വന്നില്ല. മനസ്സ് തകർന്ന രഹന അവനെ അങ്ങോട്ട് വിളിച്ചു. ഹലോ റംഷാദ്, എന്ത് വേണം നിനക്ക്? ഫോൺ വെച്ചിട്ട് പോടി. മറുവശത്ത് റംഷാദിന്റെ സ്വരമുയർന്നു. റംഷാദ്, എനിക്ക് നിന്നെ മറക്കാൻ കഴിയില്ല. നിന്റെ അസുഖമൊന്നും എനിക്കൊരു പ്രശ്നമല്ല. നമുക്ക് കല്യാണം കഴിച്ച് ജീവിക്കാം. ഫിസിക്കൽ റിലേഷൻഷിപ്പ് വേണ്ടെന്ന് വെച്ചാൽ പോരെ? രഹന പറഞ്ഞു. ആർക്ക് അസുഖം? അത് നീ ഒഴിഞ്ഞു പോകാൻ ഞാൻ അനുവറിനെ കൊണ്ട് പറയിപ്പിച്ചതാണ്. ഇത് കേട്ട രഹന ഞെട്ടി. അവൾ ഫോൺ കട്ടാക്കി. കട്ടിലിൽ കിടന്ന് കരഞ്ഞു. അക്ബറും അലവിയും രഹനയുടെ വക്കീൽ എൽസമ്മയെ കണ്ട് കേസ് പിൻവലിക്കണമെന്ന് പറയുന്നു. ഈ കേസ് ഞാൻ പിൻവലിക്കാം, എന്നാൽ എനിക്കെന്താണ് ലാഭം? വക്കീൽ എൽസമ്മ ചോദിച്ചു. അക്ബർ തന്റെ ബാഗിൽ നിന്ന് 500ന്റെ 4 നോട്ടുകെട്ടുകൾ എടുത്ത് മേശപ്പുറത്ത് വെച്ചു. 2 ലക്ഷം രൂപയുണ്ട്. ഞങ്ങളെ രക്ഷിക്കണം വക്കീലേ. എൽസമ്മ വക്കീലിന്റെ മുഖത്ത് 1000 സൂര്യൻ ഒന്നിച്ചുദിച്ചു. ഓക്കെ, ഞാൻ കേസ് അവസാനിപ്പിക്കാൻ രഹനയോട് പറയാം, അവർ പറഞ്ഞു. എൽസമ്മ വക്കീൽ രഹനയെയും ഷഹനയെയും തന്റെ ഓഫീസിലേക്ക് വിളിപ്പിച്ചു. എന്തിനാ മേഡം വരാൻ പറഞ്ഞത്? ഷഹന ചോദിച്ചു. നമുക്ക് നഷ്ടപരിഹാരം വല്ലതും വാങ്ങി ഈ കേസ് അവസാനിപ്പിക്കാൻ ഷഹന, വക്കീൽ പറഞ്ഞു. കേസ് അവസാനിപ്പിക്കാനോ? എന്തിന്? രഹന ചോദിച്ചു. പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക്, കമന്റ് ആൻഡ് ഷെയർ.